Amen.
എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മനുഷ്യന്റെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ പോലെ സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുകയും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യസഭയുടെ തലയിൽ ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മനുഷ്യയ്ക്ക് കീഴ്പ്പെടുന്നതാലും തന്നെ ഭാര്യമാരെ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും മനുഷ്യാതൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാൻ മൗക്കങ്ങളും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായി യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ സഭയായി നിർത്തുവാൻ അതിനുവേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. പുരുഷന്മാർക്ക് ന്യായവുമാകുന്നു. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവിൽ സോമശികാലം ഏവൻഗേലിയോടെ ദൈവത്തിൻ്റെ ജീവനുള്ള അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഈശ്വരതമ്പരായ ബന്ധങ്ങളെ പറഞ്ഞതിന് ശേഷം ഗലീലയിൽ യാത്ര പുറപ്പെട്ട് യോർദാന്റെ യഹൂദന്റെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്നെ പിന്നാലെ നിന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീക്ഷന്മാർ അവൻ്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തൻ അതിൻ്റെ ഭാര്യ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തരുമെന്ന് അരുളിച്ചതെന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലൂടെ ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ജനങ്ങൾക്കിരിക്കാവുന്നത് ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലങ്ങളും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള നാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാളൻ ശിരസിന്മേൽ കുമറു ചൂട്ടിടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാളൻ ശിരസിന്മേൽ കുമറു ചൂട്ടിടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാളൻ ശിരസിന്മേൽ കുമറു ചൂട്ടിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിൻ്റെ സകല ശക്തിക്ക് നേരെ തോറ്റുമുഖത്തെ ആയുധം നിന്നെ
ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നൊരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ ഉമറു ചൂട്ടിടുന്നു. വാനിൽ നിന്നൊരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ ഉമറു ചൂട്ടിടുന്നു. വാനിൽ നിന്നൊരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ ഉമറു ചൂട്ടിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിനീകരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിനും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മസിയാസത്തിൻ്റെ മണവായും കൊണ്ട് നിങ്ങളുടെ മണവായ്മയെ മുദ്രയിടട്ടെ. മസിയാദിൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കെ നിങ്ങളുടെ മേലെ വന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൾക്കൊരു സഹായവഞ്ചനയും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ സൂര്യന ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിനെ സന്തോഷിച്ചതുപോലെ നിങ്ങളോട് സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തും മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളെ നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിന്റെ പുത്രനായ യൗസേപ്പിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ വാഴും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളുടെ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളെ സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. അപാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത് ഭാഗത്തെ കളനെ പോലെ നിങ്ങളുടെ സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സ്ഥിരമായ പർവ്വതത്തിലിറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. നീ
എൻ്റെ വാത്സല്യമുള്ള സഹോദരരെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പരിമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ യാവിന്റെ മുൻപാകെയും ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുൻപാകെയല്ല അറിയുന്നവൻ്റെ മുൻപാകെ മാത്രമേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവീൻ. ഇതാ ഇന്ന് മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമല്ലാത്തവരായിരിക്കും. യേശുമിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും നിങ്ങളുടെ മേൽ പാർക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, പ്രവൃത്തായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മുതൽ കർത്താവിന്റെ ഭാര്യാഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചു. ക്രിസ്തീയ കുടുംബജീവിതം വലിയ ചുമതലയും വലിയ പദവിയുമാണ്. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയുണ്ടാകുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നതിന് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനായിരിക്കും. ദരിദ്രന്മാരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും സഹായിക്കുന്നവരായിരിക്കും. തിരുവചനാധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയും ജാഗ്രതയുള്ളവരായിരിക്കും. ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ മഴയിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ വിളിക്കുന്ന ബോധത്തിൽ പള്ളിയാകാത്തിൽ സമർപ്പിക്കുകയും നിങ്ങൾ ഒരുമിച്ച് ക്രമമായി ശുദ്ധാത്മതായി പങ്കെടുക്കുന്നതുമായിരിക്കും. പണം, സമയം, കഴിവ് ഇവ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരമായി മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരാവശ്യമായ ധർമ്മത്തിനായി സഭയ്ക്കും സുവിശേഷ വേലയ്ക്കുമാണ് ഉപയോഗിക്കും. നിങ്ങളുടെ മക്കളെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തുക. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുക ദൈവം നമ്പുരാൻ നിങ്ങൾക്ക് സഹായിക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പാട്ടിയും വിവാഹ ശ്രദ്ധിക്കുന്നതും ഗായക സംഘം പാട്ടുപാടുന്നു. Oh,
അതിരില്ലാതയാൽ എന്നെ തഴുകും സ്നേഹം അജ്ഞാതമെന്നും മനുജർക്ക് അതിമാനുഷരാം വൈരികളിൽ വിജയം നേടും ധീരയോദ്ധാവിടുന്ന് കൂടെ വരും സൂക്ഷിപ്പുകാരനവൻ എൻ കുറവുകളെല്ലാം അറിയാവുന്നവനായി ദൈവമേ നീ എൻ ബലം നീ എൻ ധനം ദൈവമേ നീ എൻ ബലം നീ എൻ ധനം എൻ ജീവിതത്തിൻ കോട്ടയുമവിടുന്ന് അതിരില്ലാതയാൽ എന്നെ തഴുകും സ്നേഹം അജ്ഞാതമെന്നും മനുജർക്ക്